കോടതിയിൽ താൻ മൊഴി മാറ്റി പറഞ്ഞതെന്ന് റജീന മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മൂന്നാല് ദിവസം കഴിഞ്ഞേരം ഒരു ഹൈറ്റ് പറഞ്ഞിട്ട് താഴേക്ക് വെച്ചിട്ട് ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ ബാക്കിൽ കല്ലൊക്കെ വെട്ടിയിട്ടാണ് വന്നത്. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഉമ്മനെ കാണുന്ന പറഞ്ഞപ്പോ ഇന്ന് അകത്ത് കയറ്റിയിരുത്തി. അപ്പൊ ഞാൻ ആരെങ്കിലും കുറച്ച് നോട്ടിന്റെ കെട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ അത് സമ്മതിച്ചില്ല. പിന്നെ എന്നെ മാറ്റി നിർത്തി സംസാരിച്ച് വന്നപ്പോ ഇന്ന് പറഞ്ഞ് നീ ഇത് വാങ്ങണം, കാരണം നീ ഏതായാലും ഇങ്ങനെയായി അനിയത്തിമാരെയും രക്ഷപ്പെട്ടാറിന് അങ്ങനെ പൈസ വാങ്ങി. അന്ന് 70,000 രൂപയാണ് കൊടുത്തത്. പിന്നെ കോടതിയിൽ വരാൻ പറഞ്ഞോട് ഈ പേപ്പറിൽ ആദ്യം ഒപ്പിടിച്ച് കോടതി പോയി മജിസ്ട്രേറ്റിന് മുന്നിൽ സത്യം പറയണമെന്ന് പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞതിന് മുന്നേ വേറെ കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം പൈസ തന്നത് ചേളാരി ശരീരത്തിലേ പറയും. ഇത് രണ്ടാമത് കോടതി പോകുമ്പോൾ തന്നത് റോസ് എന്ന് പറയാം. അതായത് ഈ ഹോസ്പിറ്റലിനടുത്ത് ജയന്തിനഗർ സംസ്ഥാനം അത് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാര്യയുടെ അനിയന്റെ ഭർത്താവാണ്. അത് എനിക്കറിയാം. മന്ത്രി കുഞ്ഞാലിക്കുട്ടി ഷൊർണൂരിലെ ഒരു വീട്ടിൽ വെച്ചും കോഴിക്കോട്ടെ പുതിയറയിലെ ഒരു വീട്ടിൽ വെച്ചും തിരുവനന്തപുരത്ത് വെച്ചും തന്നെ പീഡിപ്പിച്ചതായി റജീന വെളിപ്പെടുത്തി. ഷൊർണൂരിൽ പോയപ്പോ ആരാണ് ആണെന്ന് എനിക്കറിയില്ല. ഈ കുഞ്ഞാലിക്കുട്ടി എന്നൊക്കെ പറയുന്നത് ടിവിയിൽ കണ്ടെത്തുന്നല്ലാതെ ഞാൻ മന്ത്രിയാണെന്ന് എനിക്കറിയില്ല. ഈ രാഷ്ട്രീയത്തിൽ എനിക്ക് ഒരു സംഭവം അറിയില്ല. മന്ത്രിയെ പറ്റി എങ്ങനെയൊക്കെയാണെന്ന് അതും എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അവിടെ പോയി സുദേവി ചേച്ചി ഞാനും കൂടെ പോയത്. രാത്രിയില് ആദ്യം അരവിന്ദമറ ഡ്രൈവർ വന്ന്, പിന്നെ ഒരു വൈറ്റ് കാറില് ചുവപ്പ് ലൈറ്റൊക്കെ വെച്ചിട്ട് കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ ആള് വന്ന് അവര് ആദ്യം ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്ന് പിന്നെ ഞങ്ങളെ റൂമിൽ കൊണ്ടുപോയി. പിന്നെ പോയത് പുതിയറയിലെ സഭാ സ്കൂളിന്റെ മുന്നില് ഒരു ചെറിയൊരു വീട്. അത് നമ്മൾ ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരൊറ്റ രാത്രി കൊണ്ട് ആ വീട് പൊളിച്ച് നിരപ്പാക്കി. അപ്പൊ അവിടെ എപ്പോ എന്താണ് അവിടെ എന്ന് എനിക്കറിയില്ല. പിന്നെ തിരുവനന്തപുരത്ത് ഒരു വീട്ടിലാണ് കൊണ്ടുപോയത്. അങ്ങനെ 3 പ്രാവശ്യം പോയിരുന്നു. തുടർന്ന് ഇത്രയും കാലം തന്നെയും കേസിലെ മറ്റുള്ളവരെയും സംരക്ഷിച്ചത് കുഞ്ഞാലിക്കുട്ടിയുടെ ആളുകളാണെന്നും റജീന